പഹൽഗാമിൽ 26 സ്ത്രീകളെ വിധവകളാക്കിയ അവരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരർക്കും ഭീകരകേന്ദ്രങ്ങൾക്കും ഇന്ത്യ തുടക്കം മുതൽ തന്നെ നൽകിയ തിരിച്ചടികളെല്ലാം നാരീനാമത്തിലും നാരീശക്തിയിലുമായിരുന്നു. ആദ്യം തന്നെ നാം തടഞ്ഞു വെച്ചത് ഇല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തത് സിന്ധു നദീജല കരാറായിരുന്നു. അവിടെ മുതൽ തുടങ്ങിയതാണ് നാരീനാമത്തിലുള്ള നമ്മുടെ തിരിച്ചടികൾ. ഒടുവിൽ അതിന് ഒരു വലിയ തിരിച്ചടി നൽകിയത് സിന്ദൂരത്തിലൂടെ നാം പ്രതികാരം ചെയ്തു. ആ വാർത്ത നമ്മളെ അറിയിച്ചത്, ലോകത്തെ അറിയിച്ചത് 2 നമ്മളുടെ വനിതാ ഉദ്യോഗസ്ഥരായിരുന്നു, സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു. അതിലൊരാൾ വിംഗ് കമാൻഡർ വ്യോമിക് സിംഗ്, മറ്റൊരാൾ കേണൽ സോഫിയ ഖുറേഷി. ഇന്ത്യൻ ആർമിയുടെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി. ഇന്ത്യൻ ആർമി സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസറാണ്. 2016 വിദേശ സൈനിക അഭ്യാസത്തിൽ നടന്ന ഒരു പ്രോഗ്രാം, എക്സർസൈസ് ഫോഴ്സ് 18 എന്ന പ്രോഗ്രാമിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചിരുന്ന വനിത കൂടിയാണ് സോഫിയ ഖുറേഷി. ഗുജറാത്ത് സ്വദേശിനിയായ ഈ സോഫിയ ഖുറേഷി ഒരു സൈനിക കുടുംബത്തിലാണ് പിറന്നു വീണത്. ബയോ കെമിസ്ട്രിയിൽ PG നേടിയിട്ടുള്ള ഒരു വനിത കൂടിയാണ് ഈ ഓഫീസർ. ഏതായാലും തുടക്കം മുതൽ തന്നെ നാരീനാമത്തിലും നാരീശക്തിയിലും ഊന്നി തന്നെയായിരുന്നു തിരിച്ചടി. ഇത് പാകിസ്ഥാന് നൽകുന്ന അപമാനം ചെറുതൊന്നുമായിരിക്കില്ല. കാരണം നമ്മളുടെ ഇന്ത്യക്കാരായ 26 പേരെ വിധവകളാക്കിയപ്പോൾ ഒരിക്കലും പാകിസ്ഥാൻ ചിന്തിച്ച് കാണില്ല അവർക്ക് തിരിച്ചടി നൽകുന്നത് സ്ത്രീകളിലൂടെ ആയിരിക്കും ഇന്ത്യ എന്ന്. പാകിസ്ഥാൻ വിചാരിച്ചിടത്തല്ല ഇന്ത്യ തുടങ്ങിയത് എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, തുടക്കം മുതൽ സിന്ധു മുതൽ ഒടുവിൽ എത്തി നിൽക്കുന്ന സിന്ദൂരം വരെ എത്തി നിൽക്കുമ്പോൾ ആ വാർത്ത പുറം ലോകത്തെ അറിയിച്ച ഈ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക് സിംഗുമെല്ലാം വനിതകളാണെന്നുള്ളത് യാദൃശികമല്ല, തികച്ചും ഇന്ത്യയുടെ കണക്കൂട്ടൽ കൃത്യമായി തന്നെയാണ്. അതായത് സ്ത്രീകൾ തന്നെ ആയിരിക്കും ഇതിന് മറുപടി നൽകുക. അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ലോകത്തിന് അറിയിച്ചു കൊടുക്കുന്നു. ഏതായാലും വലിയ സ്ത്രീവിരുദ്ധതയുമായി നടക്കുന്ന മതതീവ്രവാദികൾക്ക് സ്ത്രീകളെ കൊണ്ട് തന്നെ അതിന് പ്രതികാരം ചെയ്യിച്ച ഇന്ത്യൻ സേനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.